Good afternoon, sir. Yes. Good afternoon, sir. Yes, Reshma, good afternoon. Yes. Who is doing prayer? Yashmana. സാറേ ഞാൻ ചെയ്യാം. Okay. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ നിറയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും. സാറേ എനിക്ക് അത്ര അറിയുള്ളൂ. ഓക്കെ രേഷ്മ, നല്ല വരികള്. അതായത് നോക്കിയേ, അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അക്ഷരം തെറ്റാതെ അനുവദിച്ചു. ശരിയാണോ രേഷ്മ ജീവിതത്തില്? ഒരുവിധമൊക്കെ. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയണല്ലോ. അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ ഓക്കെ. 2, അറിവ് തകരുന്ന ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും. ആദരിച്ചു. യെസ്, അത് കറക്റ്റാണോ? അത് കറക്റ്റാണ്. അത് കറക്റ്റാണ്. യെസ്. പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൂടപ്പിറപ്പുകളെ പോലെ കൂടപ്പിറപ്പുകളായി നിനച്ചും വിചാരിച്ചു. അത് കറക്റ്റാണ് അല്ലേ? അത് ശരിയാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. നമ്മളെ ചില വാക്കുകൾ പ്രത്യേകിച്ച് ഈ വരികളൊക്കെ അതൊക്കെ അതിന്റെ ആ സിറ്റുവേഷൻ കൂടി വെച്ച് നമ്മളൊക്കെ നോക്കിക്കഴിയുമ്പോഴേ വളരെയധികം ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് ഈ നമ്മുടെ യേശുദാസിനൊരു ആഗ്രഹം, എവിടെ പോണം, നമ്മുടെ ഗുരുവായൂർ പോകണം. ഗുരുവായൂർ പോകണം. എന്താ എനിക്കിതാ? സോറി സർ, ഞാൻ ഗുരുവായൂർ എന്ന് പറയാൻ വന്നു. യെസ്, ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ പോകണം. ഇതൊരു സംഭവമുണ്ട്, ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ആഗ്രഹം. പക്ഷെ ഗുരുവായൂർ യേശുദാസിന് പോകാൻ പറ്റില്ല. കാരണം അത് റിലീജിയസ് ആയിട്ടുള്ള ചില ആചാരപരമായ അനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്ത് കയറാനായിട്ട് പുള്ളിക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആഗ്രഹം പുള്ളിയുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഒതേനന്റെ മകൻ എന്ന് പറയുന്ന ഒരു സിനിമ കുഞ്ചാക്കോ നിർമ്മിക്കുന്നത്, കുഞ്ചാക്കോ സംവിധാനം ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ ഒതേനന്റെ മകൻ എന്ന് പറഞ്ഞ സിനിമയില് ഒതേനന്റെ ഒരു മകൻ വരുന്ന സീനുണ്ട്. അത് ഒതേനന്റെ മകനായിട്ട് വരുന്ന നസീറാണ്. അപ്പൊ ആ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മകനല്ല, ഒരു അവിഹിത ബന്ധത്തിലുള്ള ഒരു മകനാണ്. ഒരു ഇന്റർവെൽ ആകുമ്പോഴാണ് ഈ മകൻ വരുന്നത്. അപ്പൊ ആ മകൻ വരുന്ന സമയത്ത് ഒരു പാട്ടോട് കൂടിയിട്ടാണ് ആ കഥാപാത്രത്തിന്റെ എൻട്രി. അപ്പോ അത് വയലാറിനോട് പാട്ട് എഴുതാൻ പറഞ്ഞു. വയലാറ് ആ പാട്ട് ചെയ്തു. അതാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും,
ഗോപകുമാരനെ കാണും ഓടക്കുഴ ഞാൻ വാങ്ങിക്കുന്നൊക്കെ പണ്ട് വരികളില്ലേ, ആ പാട്ട് അതാണ്. യെസ്. അപ്പൊ അതിൻ്റെ നമ്മൾ നല്ല കോയിൻസിഡൻസ് കാണാൻ പറ്റും. അത് നസീർ അതിനകത്ത് അഭിനയിച്ചത് പാടിയത് യേശുദാസാണ്. അപ്പോ ഒരു സവർണനായ വ്യക്തി എഴുതിയ പാട്ട്, അതിന് സംഗീതം നൽകിയത് ദേവരാജ മാഷാണ്, ഒരു അവർണനായ വ്യക്തി. ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരാള് സംവിധാനം ചെയ്ത സിനിമ, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് പാടി അഭിനയിച്ച സിനിമ, മറ്റൊരു ക്രിസ്ത്യനായിട്ടുള്ള ഒരാള് ഒറിജിനൽ പാടിയ സിനിമ. ഇത്രയും പ്രത്യേകതകൾ, മതസൗഹാർദ്ദത്തിന്റെ എല്ലാ സംഗതികളും ഒത്തിണങ്ങിയ ഒരു പാട്ടായിരുന്നു ഇത്. ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഈ ഒരു ഹിസ്റ്ററിയും കൂടി ഉണ്ടെന്ന് അറിയുന്ന ആളുകൾക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ടച്ചിങ് ആയിട്ട് തോന്നും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു ടച്ചിങ് ആവില്ല. ഞാനിപ്പോ നിങ്ങളോട് പറയുന്ന കാര്യം ഇതാണ്, എപ്പോഴും ആര് പാടുമ്പോഴും നിങ്ങളുടെ പാട്ടിന്റെ ഉള്ളിലെ വരികൾ ശ്രദ്ധിക്കണം. വളരെ രസകരമായിട്ടുണ്ടല്ലോ ഉള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ അത്, പ്രത്യേകിച്ച് വയലാറ് അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. യെസ്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങളിനി പ്രത്യേകിച്ച് വയലാർ എഴുതിയിരിക്കുന്ന പാട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, വരികളിലൊക്കെ ഉണ്ടല്ലോ ഗൂഢമായ അർത്ഥങ്ങൾ കിടപ്പുണ്ടാവും. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ ഇത് ഇന്ന കാര്യമല്ല പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. വളരെ ലൗകികമായ സിംബോളിക്കായ വളരെയധികം അർത്ഥങ്ങൾ, ബിംബങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. യെസ്. അങ്ങനെ കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല എന്നാ പറയാനുള്ളത് പറയുകയും ചെയ്യുന്ന ആളുകളാണല്ലോ ഗാനരചയിതാക്കൾ എന്ന് പറയുന്നത്. യെസ്. ഓക്കെ. അപ്പോ നമ്മുടെ രേഷ്മ പാടിയ പാട്ടാണ് ഇത്രയും പറയാനായിട്ട് വന്നത്. യെസ്. പിന്നെ ഞാൻ വിചാരിച്ചു അന്നേരം നോക്കിയപ്പോൾ 5 പേര് 6 പേരായിട്ടേ ഉള്ളൂ, ആൾക്കാർ വരട്ടെ വിചാരിച്ചതാണ്. ദെൻ സൈനിങ് ഓൺ ആൻഡ് സൈൻ ഔട്ട്. ഇല്ല, സൈൻ ഔട്ട് അല്ല, തോട്ട് ഓഫ് ദ ഡേ. എന്നാ ഞാൻ ആരംഭിച്ചോട്ടെ. യെസ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ്. നമ്മളിപ്പോ ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സംഗതി കൂടി ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഇത്രയും നാളെ നമ്മൾ നോക്കിയത് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് നോളജ്. നമ്മൾ പലതും അറിയാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ അതിന്റെ കാര്യകാരണ സഹിതം നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ചൊക്കെ നിങ്ങൾക്ക് അത് പിടികിട്ടിയിട്ടുണ്ടെന്നും ഇംഗ്ലീഷ് ഭാഷയോട് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുണ്ടെന്നുമാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങളോട് ഞാൻ പിന്നീട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞാൽ മതി. ഓക്കെ, സമയമുണ്ട്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ നോക്കുന്നത് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങളാണ് ഇനി മുതലുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ മുടക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാതെ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. കഴിയുന്നതും വരിക ഇനിയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സിൽ. വേറെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറണം ഞാൻ പറഞ്ഞില്ല. അത് ഇനിയിപ്പോൾ എന്തെങ്കിലും അസൗകര്യമാണെങ്കിൽ റെക്കോർഡ് ക്ലാസ്സെങ്കിലും നോക്കാം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഒന്ന് പറഞ്ഞേക്കുക. ഇങ്ങനെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറഞ്ഞ പോലെ താല്പര്യമുള്ളവർ എടുക്കട്ടെ. അതിനകത്ത് ഒരു കുഴപ്പമില്ല, ആരെയും നമ്മൾ നിർബന്ധിക്കണ്ട. കാരണം തിരക്കുകളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഓൺവേർഡ്സ്, അതായത് ഇന്ന് 6/11/2025 മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ്. ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇനി മുതലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നതെന്ന് എഴുതുക. യെസ്. റോമൻ ലെറ്റർ 1 എഴുതുക. റോമൻ ലെറ്റർ 1 എഴുതിയോ? എന്നിട്ട് എഴുതുക fill in the blanks, fill in the blanks, fill in the blanks using USING, using appropriate, APPROPRIAT, appropriate, relative, RELATIVE, relative pronoun, appropriate relative pronoun. ഓക്കെ. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോ.
ആ റോമൻ ലെറ്റർ 1 അടിയിൽ 1 2 3 എഴുതാം കേട്ടോ. 1 he is an actor. ACT over actor. He is an actor. Dash is admired. ADMIRED. Admired by 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 everyone. EVERY ONE. Everyone. Yes. അടിയിൽ ABC 3 ആൻസർ എടുക്കുക. A who, B which, C whom. Yes. Okay. Amisha Sultana. Amisha. Yes. Reshma Rajesh. Yes, sir. ഒരെണ്ണം ഫില്ല് ഏതാണ് കറക്റ്റ് ആൻസർ? He is an actor who is admired by everyone. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്. ഹൂ ആണ് ആൻസർ. നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോട്ടെ, എത്ര എണ്ണം നിങ്ങൾ ചെയ്യാമെന്ന് നോക്കണം കേട്ടോ ഓരോ ക്ലാസ് കഴിയുമ്പോൾ. ഹൂ ആണ് ആൻസർ. നിങ്ങൾ ഒരെണ്ണം ഞാൻ ചോദ്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു ഉത്തരം മനസ്സിൽ വിചാരിച്ച് ഇതാണ് നിങ്ങളുടെ ഉത്തരം വെച്ച് വെച്ച് നോക്കുക, പറയുമ്പോൾ അത് കറക്റ്റ് ആവുണ്ടാന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചാണ് നിങ്ങൾക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 2 മാർക്ക് ആർക്കൊക്കെ വീണെന്നുള്ളത് അവരവർക്കറിയാം. സത്യം പിന്നീട് നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സുജിത. ദ ബുക്ക് dash I read, READ, read is amazing. AMAZING. ഒന്നുകൂടെ പറയാമോ സർ? Okay, no problems here. The book dash I read is amazing. And I did ABC answer. A that, B when, C where. X Samira. സർ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഓപ്ഷൻ പറയൂ സർ. That, when, where. WHERE where. Samira MT. Sir, the book that I read is amazing. Yes, correct answer. Very good, very good, very good. അപ്പോൾ ദാറ്റ് ആണ് ഇവിടുത്തെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചേക്കണോട് ഓരോന്ന്. ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കുമല്ലോ, അപ്പൊ അവിടെ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് സാർ അത് വന്നത് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ ചോദിച്ചേക്കണം, അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചേക്കണം കേട്ടോ. ഉണ്ട് സാർ. ഞാൻ വെന്നാണ് വിചാരിച്ചിരുന്നത്. വിചാരിച്ചിരുന്നത്. നോക്കിയേ, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നല്ലേ? അതെ. അപ്പൊ നോക്കിയേ, ദ ബുക്ക് വെൻ ഐ റെഡ്, ഞാൻ വായിച്ചപ്പോൾ അമേസിംഗ് എന്ന് പറയില്ല, വായിച്ചതായ ബുക്ക്. ദാറ്റ് കൂടാണ്ട് അവിടെ വിച്ച് വന്നാൽ കറക്റ്റ് ആണ്. സെന്റൻസ് എന്തോ ഒരു ഇത് വായിക്കുമ്പോ ആൻസർ ചേർത്ത് വായിക്കുമ്പോ എന്തോ പോലെ ഒരു അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട്. ഓക്കെ. ദ ബുക്ക് ദാറ്റ് ഐ റെഡ് ഈസ് അമേസിംഗ്. ഓക്കെ സർ. വിച്ച് കറക്റ്റ് ആണ്. പക്ഷെ വിച്ചും ദാറ്റും വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. രണ്ടിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള സംശയം വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിച്ച് ഒഴിവാക്കിയത്. വിച്ചും അവിടെ കറക്റ്റ് ആണ്. നോക്കി വിച്ച് വെച്ചെന്ന് പറഞ്ഞു നോക്കി സമീറ. ദ ബുക്ക് വിച്ച് ഐ റെഡ് ഈസ് അമേസിംഗ് എന്ന് കറക്റ്റ്. അടുത്ത ചോദ്യം. ദിസ് ഈസ് ദ ഹൗസ്. This is the house dash we lived, LIVED, lived. This is the house dash we lived, LIVED. ABC ediko. A when, WHEN, when. B where, WHERE, where. C
ഹു, WHO, ഹു. ഓക്കെ, സുജിതക്കാണ് ചാൻസ്. എല്ലാവരും ഉത്തരം പറയാൻ പറയട്ടെ സുജിത. എല്ലാവരും ഒരു ഉത്തരത്തിൽ എത്തിയോ? യെസ്, മനസ്സിലെത്തുക. ഓക്കെ സുജിത പറഞ്ഞോളൂ. This is the house where we live. When we live. Sir. വെയറാണ് വെന്നാണ് രണ്ടും അങ്ങനെ മാറ്റിയല്ല. Where sir? ഓക്കെ, ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ. വെരി ഗുഡ് കറക്റ്റ്. വെയർ. ദിസ് ഈസ് ദ ഹൗസ്. ഇതാണ് ആ വീട്. വെയർ വി ലിവ്ഡ്. എവിടെയാണോ ഞങ്ങൾ ജീവിച്ചത് ആ വീട് ഇതാണ് വെയർ. യെസ്. അടുത്തത് God helps, HELPS, helps those, THOS. God helps, ദൈവം സഹായിക്കുന്നു, HELPS. God helps those dash help others, 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 OTHERS. യെസ്. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ ABC. A, who. B, whom. C, whose. WHOSE, whose. ഓക്കെ, എല്ലാവരും ഉത്തരം കണ്ടെത്തുക. ഒരെണ്ണത്തിൽ നിങ്ങൾ പേന മുട്ടിച്ച് വെച്ചോ, അതാണ് നിങ്ങളുടെ ആൻസർ കേട്ടോ. യെസ്. ആതിര ശ്രീജേഷ്. യെസ്. അങ്കിത. പറഞ്ഞോളൂ, പൂരിപ്പിച്ചോ. God helps those who help others. Very good. Correct answer. You score 2 points. Yes. God help, ദൈവം സഹായിക്കുന്നു. Those who, ആരാണോ അവര്. Who help others, മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളെ. അടുത്തത്, this is the friend, 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 സുഹൃത്ത്. This is the friend dash I told you about, ABOUT. ഒന്നുകൂടി പറയാം. This is the friend dash I told you about. അതിന്റെ അടിയിൽ 3 ആൻസർ ഇരിക്കും. Whose, A, whose. B, who, WHO. Who. C, whom, WHOM, whom. Whose, who, whom. ഓക്കെ, ആൻസർ കണ്ടെത്തുക. ഞാൻ എപ്പോഴും പറയുന്നില്ല, ഞാൻ നിങ്ങൾ മനസ്സിൽ കണ്ടെത്തിക്കോളാം ആൻസർ കേട്ടോ. യെസ്. അജിത. Sir, പറഞ്ഞോളൂ. this is the ആൻസർ മാത്രം പറഞ്ഞേ, നമുക്ക് സമയം കളയണ്ട. പറഞ്ഞോ ആൻസർ. whose I told about. Whose I told. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയല്ലോ അജിത. ജിസ്ന. Sir, Whom. ഒരു മിനിറ്റ്, അജിത എന്താ പറയാൻ പോയെ? ജിസ്ന ഒരു മിനിറ്റ്, അജിത എന്താ പറയാൻ പോയെ? ആൻസർ ഞാൻ whose എന്നാ പറഞ്ഞത്. അല്ല, അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടാ? ഒന്നുകൂടി ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം. who ആണോ സർ? പൂവാ. ഓക്കെ അവിടെ നിൽക്കട്ടെ അജിത, ഒരു മിനിറ്റ്. ഞാൻ കറക്റ്റ് ആണോ പറയില്ല. ഇനി ജിസ്നക്ക് നേരത്തെ ചോദിച്ചുകൊണ്ട് ജിസ്നോട് ചോദിക്കുകയാണ്. ജിസ്ന പറഞ്ഞോളൂ. ജിസ്ന. Whom told you about? ഹും, WHO അല്ലേ ഉദ്ദേശിച്ചത്? Sir. അതാണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അജിത ഒന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച് അർത്ഥം നോക്ക്. ദിസ് ഈസ് ദ ഫ്രണ്ട്. ഇതാണ് ആ സുഹൃത്ത്. whom I told you about. ആരെ കുറിച്ചാണോ നിന്നോട് ഞാൻ പറഞ്ഞത് ആ ഫ്രണ്ട് ഇതാണ്. ആരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാണ്. ഹൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നാണ്. യെസ്.
ഹൂസ് ആരുടെ, ഹും എന്ന് പറഞ്ഞാൽ ആരെ, ആരെ കുറിച്ചാണോ ഞാൻ നിന്നോട്, ഹൂം ഐ ടോൾഡ്, ആരെ കുറിച്ചാണോ പറഞ്ഞത് അത് ഇതാ. എന്താണ് ഇത്, സംശയമുണ്ടോ? Okay, sir. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത എഴുതിക്കോളൂ കേട്ടോ. The painting, painting, painting dash hangs, hangs, hangs on the wall, 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 is mine, mine, mine. I will repeat the question. The painting dash hangs on the wall is mine. A, B, C. Answer you go. A, who? B, where? WHERE, where? C, which? WHICH, which? Okay, Soumya Radish. Which, WHICH. സൗമ്യ ആൻസർ പറഞ്ഞോളൂ. എല്ലാവരും ആൻസർ കണ്ടുപിടിച്ചോളൂ മനസ്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. അനീഷ അൻവർ. സൗമ്യയുടെ വെയറിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നു പറയാം, അല്ലെങ്കിൽ മാറ്റി പറയാം. വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ. നോക്കിയേ സൗമ്യ, അർത്ഥം നോക്കിയേ. ദ പെയിന്റ്, ഒരു പെയിന്റിങ്, ഹാങ്സ് തൂങ്ങിക്കിടക്കുന്നതായ, ആയ, വിച്ച് ഹാങ്സ് ഓൺ ദ വാൾ, മതിലിൽ ചുവർ തൂങ്ങിക്കിടക്കുന്നതായ ആ പെയിന്റിങ് ഈസ് മൈൻ, എന്റേതാണ്. വിച്ചാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫിലിം, FILM, ഫിലിം dash we saw, SAW. So, Sir, ഒന്നും കൂടെ പറഞ്ഞേ. okay, okay. The film dash we saw, SAW. So, is based on BACD, based on a true story. A true story. Yes. A, B, C answer equal. A, which? B, whose, WHOSE, whose? C, whom, WHOM, whom? Shafina says, it is your turn. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? എഴുതിയിട്ടില്ലല്ലേ? The film dash we saw is based on a true story. Okay, ഷെഫീന പറയൂ. ഷെഫീനെ കിട്ടിയില്ല, നമുക്ക് അടുത്തവരോട് പോവാം. സിയ. യെസ് സർ, ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് പറയാം. സി ഏതാ പറഞ്ഞിരുന്നു? വിച്ച്, ഹൂസ്, പിന്നെ ഏതാ? ഹും, WHO. വിച്ച് അല്ലേ? വിച്ച് അല്ലേ? ഉറക്കെ പറയൂ. യെസ് സർ, വിച്ച്. ആ, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സിയ കറക്റ്റ് ആൻസർ. ഫിലിമാണ്, ഫിലിമിന് ജീവനില്ല, അപ്പൊ വിച്ച് മതി. അത് നമുക്ക് ആലോചിക്കാം. ഫിലിമാണ് ഇവിടെ പറയും. ഫിലിം വി സോ, ഞങ്ങൾ കണ്ടതായ ഫിലിം, ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി, ഒരു നടന്ന കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത്, ദിസ് ഈസ് ദ പേഴ്സൺ
person, person dash dash I want 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 to see SEEC. I will repeat the question. This is the person dash I want to see. ABC. A. Whom. B. Whose WHOEC. C. Who. Who. Whom. Whose. Who. സൗമ്യ സൗമ്യയുടെ ടേണാണ്, പറഞ്ഞോളൂ. സൗമ്യ ആർ. This is the person whom I want to see. whom ആണ് ഉപയോഗിച്ചത് അല്ലേ? WHOM. മാറ്റുന്നവരുണ്ടോ? അതിനെ ഉറപ്പിക്കാൻ ആരെങ്കിലും മാറ്റുന്നുണ്ടോ? ആണ്. മാറ്റുന്നുണ്ടോ? ഉറപ്പിച്ചോ? മാറ്റുന്നില്ല. ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ മാറ്റുമെന്ന് വിചാരിച്ചൊന്ന് ഇട്ട് നോക്കിയതാണ്. ഞാൻ പരാജയപ്പെടുകയും സൗമ്യ വിജയിക്കുകയും ചെയ്തു. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. മാറ്റണമെങ്കിൽ മാറ്റട്ടെ എന്ന് ചോദിച്ചാൽ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. യെസ്. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറി വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പഠിച്ചിട്ടൊക്കെ പണി, ഇതിൻ്റെ അകത്ത് അറിയാവുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, അവരൊക്കെ പോയിട്ടുണ്ടാവും. ജിസ്റ്റൊക്കെ അറിയാമോ എന്ന് അറിയാൻ പാടില്ല. യെസ്. അപ്പോ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ആ സമയത്താണ് പള്ളിയിൽ അച്ഛനിട്ട് പിടിക്കണത്. എന്ത് ചെയ്യും? കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ചോദിച്ചിട്ട് പറഞ്ഞില്ല എങ്കിൽ വീണ്ടും വീണ്ടും പോയി പഠിച്ചിട്ട് വന്നും പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വിടും. യെസ്. അപ്പോ ഇത് സന്ദർഭം. ഇനി ആക്ച്വലി സംഭവം എന്നാണ്. അപ്പൊ അങ്ങനെ ഒരാൾ, അങ്ങനെ പള്ളിയിലൊന്നും പോകാത്ത ഒരാള് വിവാഹത്തിന്റെ സമയമായപ്പോ ഈ കുറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോ അച്ഛൻ എന്ത് ചെയ്തു? കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ കൂട്ടത്തില് ഒരെണ്ണമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ എത്രയുണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം. അത് 10 എന്നാണ് അതിന്റെ എണ്ണം. 10 കമാൻഡ്മെന്റ്സ് ആണ്. അപ്പോ പുള്ളി പറഞ്ഞു 10 എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ, സ്വാമിനോട് പറഞ്ഞ പോലെ പുള്ളി, അച്ഛൻ ചോദിച്ചു 10 ഉള്ള എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്ത് ചെയ്തു? 11 എന്ന് പറഞ്ഞു. 11 ഉറച്ച 12 ഉറപ്പല്ലേ? അപ്പൊ 13. പുള്ളി അങ്ങനെ പറഞ്ഞ് 100 വരെ എത്തി. 100 വരെ എത്തിക്കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, അതെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, കല്യാണ സൗകര്യം പോലെ പിന്നെ കഴിക്കാം, ആദ്യം ഇത് പഠിക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ പുള്ളി വിഷമിച്ചിങ്ങനെ ഗേറ്റ് ഇറങ്ങി പോവുകയാണ്. ഗേറ്റ് ഇറങ്ങി പോകുമ്പോ ഇതുപോലെ കുറി വാങ്ങിക്കാൻ പോകുന്ന വേറൊരാൾ ഓപ്പോസിറ്റ് വന്നു, ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ പോകുന്ന വേറൊരാള്. ആ വന്ന രണ്ടാമത്തെ ആളോട് ഇദ്ദേഹം ചോദിച്ചു, എടാ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര ഉണ്ട്? അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു 10. നിന്റെ 10 കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഞാനവിടെ 100 വരെ പറഞ്ഞു, എന്നിട്ടൊരു രക്ഷയും കിട്ടിയില്ല. പിന്നെയാണ് അതിന്റെ 10. അതുകൊണ്ട് പോ എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് സൗമ്യ മാറ്റി പറയണമെങ്കിൽ പറയട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞതാണ്. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ പേഴ്സൺ. ഇതാണ് ആ വ്യക്തി. whom I want to see. Yes. whom I want to see. ആരെയാണോ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. whom. അത് പറയൂ ജിസ്ന. ജിസ്ന. Answer whom. A. Sir, who? whom. 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 Yes. അടുത്തത്. The book dash you gave me, GAVE, dash you gave me is in my room. The book dash you gave me is in my room. ROOM.
അതിന്റെ അടിയിൽ ABC എഴുതിക്കോളൂ. A where, WHERE where. B whose, WHOSE whose. C which, WHICH which. Okay, Tasneem, it is your turn. Tasneem BB. Yes, 3 ആൻസർ ഇല്ലേ, അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ പോരെ. യെസ്, തസ്ലീമിനെ കിട്ടിയില്ല. റാഷ റിയാസ്. റാഷ ഒരു മിനിറ്റ്. തസ്ലീമ ഞാൻ വരാം, അടുത്ത് തരാം. തസ്ലീമക്ക് അടുത്ത് തരാം. ഒരു മിനിറ്റ്. റാഷ ഏതാണ് പറഞ്ഞത്? പിച്ച്. തസ്ലീമ ഏതാണ് പറഞ്ഞത്? കൊള്ളാല വീഡിയോ. വിച്ച് അല്ലെങ്കിൽ പിന്നെ 2 എണ്ണം പറയല്ലേ, ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യൂ. എന്താണ് എനിക്ക് ഇവരൊക്കെ ഇങ്ങനെയാണ് 2 എണ്ണമൊക്കെ പറയണേ? യെസ്. ഓക്കെ. അപ്പോ തസ്ലീമക്ക് അടുത്ത ചാൻസ് വീണ്ടും തരാം കേട്ടോ. റാഷ, യുവർ ആൻസർ ഇസ് റൈറ്റ്. വിച്ച് ആണ് കറക്റ്റ് കേട്ടോ. വിച്ച്. ദ ബുക്ക് വിച്ച് യു ഗേവ് മീ, നീ എനിക്ക് നൽകിയതായ പുസ്തകം ഈസ് ഇൻ മൈ റൂം, അതെന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അടുത്ത ചോദ്യം തസ്ലീമക്ക് തരാം. The man dash we met this morning is a the man dash we met കണ്ടുമുട്ടി. We met this morning is a doctor. The man dash we met this morning is a doctor. Answer ABC. A whom. B whose, WHOSE whose. C who, WHO who. Tasneem, it is your turn. Who? Huh? Who? WHO who? അല്ലേ? ഓർപ്പിച്ചു? 100% ഓർപ്പിച്ചു? ഓർപ്പിച്ചു. ഒരു മിനിറ്റ്. സബന. Yes, sir. എന്ത് ഉറപ്പിച്ചു? ഇല്ല. Whom? WHOM. Whom. തസ്ലീമേ ഒന്ന് നോക്കി, അർത്ഥം നോക്കി. The man, ആ മനുഷ്യൻ. We met, whom we met, ആരെയാണോ നമ്മൾ കണ്ടുമുട്ടിയത് ആ മനുഷ്യൻ. This morning, ഇന്ന് രാവിലെ നമ്മൾ കണ്ടുമുട്ടിയതായ മനുഷ്യൻ. ആരെയാണോ കണ്ടുമുട്ടിയത് അയാള് ഈസ് എ ഡോക്ടർ. അയാൾ ആരാണ്? ഒരു ഡോക്ടറാണ്. തസ്ലീമേ ഹും ആണ് കറക്റ്റ് കേട്ടോ. യെസ്. അടുത്തത്. The man dash spoke, SPOKE, spoke just now is a politician. POLITICIAN, politician. Yes, politician. Bracket ABC എഴുതിക്കോ. Who, B whom, C whose, WHOSE whose. Yes. പൂരിപ്പിച്ചോളൂ.
നേരത്തെ പറഞ്ഞത് ശബരയാണ്. ശബര കഴിഞ്ഞ പിന്നെ ആദിത്യ. ഇതാണ് The man who spoke just now is a politician. Who? ഹൂസാണ്. Who? WH. WH. Oh. ഓക്കെ 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 ഉറപ്പിച്ചില്ലേ അത്? Oh. യെസ്, കറക്റ്റ് ആണ്. നോക്കി, നേരത്തെ തസ്ലിമ തെറ്റ് പറ്റിയത് ഇവിടെ നോക്ക്. ഇവിടെ നോക്കി, സംസാരിച്ചതായ അതിന് തൊട്ട് മുകളിലുള്ള വാചകത്തിൽ ആരെയാണോ കണ്ടുമുട്ടിയത് അവൻ. അപ്പൊ ആരെ എന്ന് വന്നു കഴിയുമ്പോഴാണ് ഹും വന്നത്. നോക്കി, ദ മാൻ ഹൂ സ്പോക്ക്, സംസാരിച്ചതായ, ജസ്റ്റ് നൗ, തൊട്ട് മുമ്പ് നമ്മളോട് സംസാരിച്ചതായ ആ മനുഷ്യൻ ഈസ് എ പൊളിറ്റീഷ്യൻ. അദ്ദേഹം ആരാണ്? ഒരു രാഷ്ട്രീയക്കാരനാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി റോമൻ ലെറ്റർ 2 കൂടെ. റോമൻ ലെറ്റർ 2 രണ്ട് തരം. അതിന്റെ ഐഡിയ എഴുതുക. ചേഞ്ച്, ചേഞ്ച് ദ ഫോളോയിങ്, FOLLOWING, the following sentences into INTO, into negative, ഒന്നുകൂടെ പറയാം. change the following, change the following sentences into INTO, into negative. Yes. വൈകിട്ടെ. യെസ്, താഴെ കൊടുത്തിരിക്കുന്ന വാചകം നെഗറ്റീവ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതില് ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. I loved LOVED. I loved India. I loved India. യെസ്, അതിന്റെ അടിയിൽ ABC 3 ആൻസർ ഇരിക്കും. A, I did not love India. I did not love India. B, I do not love India. I do not love India. C, I does not love India. I does not love India. ഓക്കെ, അതിൽ നിന്ന് ഒരു ഉത്തരം കണ്ടുപിടിച്ച് വെച്ചോ മനസ്സിൽ. സൗമ്യ ഉത്തരം പറഞ്ഞോളൂ. സൗമ്യ രതീഷ്. സൗമ്യയുടെ ആൻസർ കേട്ടില്ല. I did not love India. I did not love India. Soumya, it is a correct answer. Very good. I did not. ആർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ലൗഡ് പാസ്റ്റൻസ് ആണ്. പാസ്റ്റൻസ് ആകുമ്പോൾ ഡിഡ് നോട്ട് ഇറക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. യെസ്, അതുകൊണ്ടാണ് ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ലൗഡ് എന്ന് പറയില്ല, ലവ് എന്ന് പറയുള്ളൂ. I did not love India. അടുത്ത ക്വസ്റ്റ്യൻ. They are students. STUDENTS. They are students. ABC 3 ആൻസർ ഇരിക്കോ. They not students. NOT, not students. B, they are not students. They are not students.
C, they don't students. They don't students. Okay. For answer and which Reshma. So, Ah. they are not students. They are not students. Is the correct answer? And very good. Okay. They are not students. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണോട്ടോ. She will, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. She will attend, ATTEND, attend the meeting, MEETING, meeting. Yes, അടിയിൽ ABC എഴുതുക. A. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ they don't student എന്താ പറഞ്ഞ they are not students എന്നല്ലേ? So they are not students. Sir, question ഒന്നുകൂടെ പറയോ? Okay. ചോദ്യം ഇതാണ്. She will attend ATTEND, പങ്കെടുക്കുക. She will attend the meeting. She will attend the meeting. ABC എഴുതിക്കോളൂ. A. She does not attend the meeting. B. She would not attend the meeting. C. She will not attend the meeting. Samira MT. Sir, ഏതാണ് ആൻസർ? she will not attend the meeting. She will not attend the meeting. Correct answer. Very good. She will not attend the meeting. Correct answer. അടുത്തത്. I bought, BOUGHT, a new saree. NEW, new saree. SAREE. I bought a new saree. എന്ത് വേണം? ഉത്തരം വേണോ? മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾ ഇങ്ങനെ പറയുമോ? അല്ലാണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ പറയണോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കറക്റ്റ് ആൻസർ ഇങ്ങോട്ട് പറയൂ? ഒന്നും മനസ്സിലായില്ല. ഒന്നാ പറഞ്ഞേ? ഞാൻ പറയട്ടെ? ഓക്കെ. അപ്പൊ ആൻസർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പറയാൻ പറ്റുമെന്നല്ലോ ഇത് പറഞ്ഞത്. ഓപ്ഷൻ വേണം, പറഞ്ഞു നോക്കാന്നല്ലേ? ഓക്കെ. ഇപ്പൊ ഇനി ഒരെണ്ണം സിയെ കുറിച്ച് ആൻസർ തരാം. ഞാൻ ഓപ്ഷൻ പറയാട്ടോ. പറഞ്ഞോളൂ സി. എന്താ സിയുടെ ആൻസർ? I did not get a new saree. നമുക്കിനി ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ ഇരിക്കോ ABC ഇരിക്കോ. I did not bought, BOUGHT, bought a new saree. Then B, I don't, DON apostrophe, I don't get a new saree. നമ്മളത് ബോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഗെറ്റ് എന്നാക്കുകയാണോ സാറേ? ഇല്ല. ഞാൻ ഒരു ആൻസർ, ഇനി ഒരു ചാൻസ് കൊടുത്തിട്ടില്ല. I did not, മൂന്നെണ്ണുള്ളൂ ആൻസർ. I did not buy, BUY, buy
a new saree. I did not buy a new saree. അപ്പൊ സുജിത പറഞ്ഞോളൂ കറക്റ്റ്. I did not bought a new sarees. I did not Bought a new saree. കണ്ടുള്ള വാക്ക് പിടിയിട്ടില്ല. ബോട്ട് അല്ലേ? യെസ്, ഉറപ്പിച്ചോ? Sir. Yes, sir. ഉറപ്പിച്ചു. ആതിര ശ്രീജേഷ്, Sir, ഏതാണ് ആതിരയുടെ ആൻസർ? I did not bought a new saree. I did not bought a new saree എന്ന് ഉറപ്പിച്ചു. അൻകിത പറയൂ. Actually, എന്റെ ഓപ്ഷൻ സി സർ. ഐ ഡിഡ് നോട്ട് ബൈ എ ന്യൂ സാരി. Did not buy. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡിഡ് നോട്ട് എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? പ്രസന്റ് ടെൻസിനെ ഉപയോഗിക്കാവൂ. എന്റെ തേർഡ് ഓപ്ഷൻ വിൽ നോട്ട് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓ, ഡിഡ് നോട്ട് ആണ് ഞാൻ പറഞ്ഞത്. ഡിഡ് നോട്ട്. ഓക്കെ, ഡിഡ് നോട്ട് ആണ്. സിയ ആൻസർ കറക്റ്റ് ആണ്. ആ ഗെറ്റ് ബൈ എന്നുള്ള വേർഡ് അതിന്റെ അകത്ത് ഉള്ളതിന്റെ അതിന് ഉപയോഗിക്കുക കേട്ടോ. യെസ്, Okay, sir. വെരി ഗുഡ്. യെസ്, സർ ഓപ്ഷൻ വിത്ത് ഓപ്ഷൻ തന്നെ ക്വസ്റ്റ്യൻ തന്നെ സർ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ആ മൂന്നെണ്ണത്തിൽ നിന്ന് ചിന്തിച്ചാൽ മതിയല്ലോ അല്ലേ? യെസ്, ഓക്കെ. വെരി ഗുഡ്. അപ്പൊ എക്സാം ടൈമിൽ കൺഫ്യൂഷൻ ആണ്. മീൻസ് ഓരോരോ ഓപ്ഷൻ അങ്ങനെ ആകുമ്പോ ഇതാകുമ്പോ പ്രശ്നമില്ല. സൊല്യൂഷൻ ഉണ്ടാവും. യെസ്, ഓക്കെ. ഇതൊക്കെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെരി ഗുഡ്. ഐ ഡിഡ് നോട്ട് ബൈ ആണ്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ബൈ ആണ് കേട്ടോ. അങ്ങനെ വരാം. യെസ്, അടുത്തത് I am a good GWD, good student. I am a good student. Good student. Yes, and that is A, B, C. A. I am not a NOT, not a good student. B. I was not a good student. ഫസ്റ്റ് ഓപ്ഷൻ ഒന്നുകൂടെ പറയൂ സർ. I am not a good student. രണ്ടാമത്തേത് I was not a good student. C. I will not be a good student. I will not be a good student. Jisna. I am not a good student. I am not a good. It's the correct answer. Very good. Very good. അടുത്തത് she reads 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 newspaper. She reads newspaper. ABC എഴുതിക്കോ. A. She do not read newspaper. അടുത്തത് B. She did not read newspaper. Sir, question read or reads? READS.
അല്ല റീഡുള്ളൂ റീഡ് ഒന്നുകൂടെ പറയോ സർ? എന്താണ് ഒന്നുകൂടെ പറയാമോ സർ? യെസ്, ഞാനേ മനസ്സിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും. അൻകിത ഒന്ന് വായിച്ചേ ഓപ്ഷൻ. Question: She read newspaper. ഷീ റീഡ്സ്. Reads. Reads. അവിടെ എസ് ഉണ്ട്. Okay. ഓക്കെ ഓക്കെ. Option A. Option A. She do not read newspaper. She do not read newspaper. അടുത്തത്. She did not read newspaper. ഓക്കെ, did not read newspaper. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ. She does not read DOES. Does not read newspaper. She does not read newspaper. Sia, it is your turn. One. Sia, your turn. Sia കിട്ടിയില്ല. Sia കേൾക്കില്ല. ഏതാണ്? സി. Yes. Does not read newspaper. Okay. Very good. Correct answer ആണ്. She does not read newspaper. She does not read newspaper. It's the correct answer. Very good. അടുത്ത question. They will come here, HERE. They will come here tomorrow. They will come here tomorrow. Yes. And I did go A, B, C. A. They will not come. They will not come here, 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 tomorrow. Yes, they will not come here tomorrow. Next, they could not, COULD, could not come here tomorrow. അടുത്ത് tomorrow will not come. Tomorrow will not come. Yes, Soumya R. Soumya? sir. ഏതാണ് ആൻസർ? Tomorrow will not come. കേട്ടില്ല സാറേ? കേട്ടില്ലേ പറഞ്ഞത്? ഇല്ല, ടുമാറോ വിൽ നോട്ട് കം. അതാണോ? ടുമാറോ വിൽ നോട്ട് കം. ഓർപ്പിച്ചോ? പറയുന്ന ധൈര്യക്കുറവുണ്ടല്ലോ അല്ലേ? They will not come here tomorrow. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറപ്പു. ഇല്ല സാർ, സിയാ. സി ഉറപ്പ്. അപ്പൊ ടുമാറോ വെച്ച് ഉറപ്പിച്ചു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. തസ്നീമിന് എന്ത് തോന്നുന്നു? They will not come here tomorrow. They will not. നോക്കിയേ സൗമ്യ,
ആദ്യത്തെ വാചകത്തില് നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കിയേ, ദേ വിൽ കം ടുമാറോ, ദേ വിൽ കം ഹിയർ, നാളെ അവരിവിടെ വരും. സൗമ്യ പറഞ്ഞ ഉത്തരത്തില് അവർ എന്നുള്ളതിന് പേര് വന്നിട്ടുണ്ട്. ശരിയാ സാറേ, ദേ വന്നില്ല. അത് വന്നിട്ടില്ല. യെസ്. അപ്പോ അതിനകത്ത് മിസ്റ്റേക്ക് ആണ്. നാളെ വരില്ല എന്നേ ഉള്ളൂ. യെസ്, നാളെ അവർ വരില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? ദേ വിൽ നോട്ട് കം ഹിയർ ടുമാറോ. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് പറയുക. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി, എത്ര മാർക്ക് കിട്ടി. ഒരെണ്ണത്തിന് 2 മാർക്കാണ്. അൻകിത മൊത്തം എത്ര ചോദ്യം വന്നപ്പോ നമുക്ക്? സോറി സർ, എത്ര ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക്? ടോട്ടൽ ആയിട്ട് 11 + 7 18. 18. അപ്പൊ 18 + into 2 എന്ന് പറയുമ്പോൾ 36 ആണ് നമ്മുടെ മാർക്ക്. ആ 36-ല് രേഷ്മ എത്ര കിട്ടി? 34. 34. വെരി ഗുഡ്, വെരി ഗുഡ്. സമീറ? 32. 32. ഓക്കെ. നിഷ? സുജിത? 32 sir. ആതിര? Then അൻകിത? സർ എന്റേത് 1 മാത്രം റോങ് ആയിട്ട് സർ. സോ 34. 34. ജിസ്ന? 2 എണ്ണം തെറ്റി സർ. ഓക്കെ ഓക്കെ. സിയ? സൗമ്യ? പറയൂ. എന്റെ ആ സർ ഓപ്ഷൻസ് തരാത്ത ഒന്നുണ്ടായിരുന്നല്ലോ, അത് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അത് കറക്റ്റ് ആയിട്ട് കൂട്ടിക്കോ. ഗെറ്റ് എന്ന് അങ്ങനെയാണെങ്കിൽ 36. 36. ഓ വെരി ഗുഡ്. 36 ഔട്ട് ഓഫ് 36. സൗമ്യ? സൗമ്യ 6 ആണോ സാർ? സൗമ്യ പറഞ്ഞാലേ ഉള്ളൂ. സൗമ്യ രതീഷിനല്ലേ? സൗമ്യ? ഓക്കെ ഓക്കെ സാർ എനിക്ക് 30 ഉള്ളൂ. എനിക്ക് നെഗറ്റീവ് സെന്റൻസിൽ 4 മാർക്ക് പോയി. ഓക്കെ 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 ഓക്കെ. 4 അല്ല, 30 വരുമ്പോ 3 പോയിട്ടുണ്ട്. മറ്റേതിനകത്ത് അതില് ഓക്കെ ഓക്കെ. എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് വെച്ചാൽ അത് നോക്കാം. നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. തസ്നീമ? 4 എണ്ണം തെറ്റി. യെസ്. ആദിത്യ? 32. യെസ്. സൗമ്യ? സൗമ്യ രതീഷ്? ഷിഫാന? സാർ എനിക്ക് കുറെ ക്വസ്റ്റ്യൻ മിസ്സായി. എനിക്ക് റേഞ്ച്. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അശ്മി മോൾ? സാർ ഞാൻ ലേറ്റ് ആയാണ് കയറിയത്. ലേറ്റ് ആയിട്ട് കയറിയത് 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുള്ളൂ. 2 ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അനീഷ? അനീഷ അൻവർ? 34. 34. രാഷ? യെസ്. 32 ആയി. ഒരെണ്ണം മിസ് ആയിട്ടുണ്ട് സാറേ. 11 അത് കിട്ടിയിട്ടില്ല. ദ മാൻ സ്പോക്ക് ജസ്റ്റ് നൗ ഈസ് എ പൊളിറ്റീഷ്യൻ അല്ലേ? അത് ഞാൻ കോള് വന്നപ്പേ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി 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 ശരി. അല്ല, അപ്പോ നിങ്ങൾക്ക് അത്ര ശരിയായില്ല. മതി, അത് മതി. ആൻസർ പറയൂ സാറേ. അതായത് 30 താഴേക്ക് വന്നില്ലല്ലോ. യെസ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പൊ സിയ, രേഷ്മ, സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. 34, 36 ആൻഡ് 34 വന്നില്ലേ? യെസ്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഓക്കെ. എന്നിരുന്നാലും നിങ്ങൾക്ക് 2 പേർക്ക് ഏറ്റവും ടോപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യെസ്. അപ്പോ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ബാക്കി തുടരാം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പോ ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ നോക്കുക എന്ന് മാത്രം പറയണം കേട്ടാ ആഷ്മി. കാരണം മിസ്സായി കഴിഞ്ഞാല് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അന്ന് സാറ് പറഞ്ഞതാണല്ലോ എന്ന്
ചിന്തിക്കേണ്ടി വരും. Yes, അപ്പൊ sir. അതുകൊണ്ടാണ് സാറിന്റെ ഞാൻ പറഞ്ഞത്. പറഞ്ഞു പക്ഷെ ഇപ്പൊ വ്യാഴാഴ്ച ആയപ്പോ എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് വരാണ്. അത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ക്യാരിയിങ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആയിട്ട് വരണം. കാരണം കുറെ അതിനകത്ത് കുറെ ക്ലാസ് കയറിയിട്ട്. ഓക്കെ, നോ പ്രോബ്ലം. അല്ല, ഇനിയുള്ള ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ആശ്വമി ഉണ്ടായില്ല, അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അത് നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് സാറേ ഇംഗ്ലീഷിന് 100 എന്ന് തന്നെ വിളിച്ചു പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ, എന്ത് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, അത് സൂപ്പർ ആയിരിക്കില്ലേ? യെസ്, ഓക്കെ. സർ ഇത് മെയിൻ എക്സാമിന്റെ റിവിഷൻ അല്ല സർ? മെയിൻ എക്സാമിന്റെ റിവിഷൻ. യെസ്, മെയിൻ എക്സാം അല്ല, ടേം 2 ഉണ്ടാവും ഡിസംബർ 12. മെയിൻ എക്സാമിനേഷൻ കഴിയട്ടെ. ടേം 2 മെയിൻ എക്സാമിനേഷന്റെ മാർക്കാണല്ലോ നമുക്ക് വരുന്നത് മറ്റേത്. അപ്പൊ അതുകൊണ്ട് ഞാൻ മെയിൻ എക്സാമിനേഷൻ ആദ്യം പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് വല്ല അവധി വല്ലതും വന്ന പണിയാവും. അപ്പൊ അതുകൊണ്ട് മെയിൻ എക്സാമിനേഷൻ ആദ്യം കഴിയട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ടൈമിനെ പിടിക്കാം. ഓക്കെ അനികിത, ഡോണ്ട് വറി, ഐ ആം വിത്ത് യു, ഡോണ്ട് വറി. ശരി, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു. Thank you, sir. Okay.